Hello everyone, welcome to AF Education. So, നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ടാഗ്സ് ഇൻ HTML. നമുക്കറിയാം HTML എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറേ ടാഗുകളും അതിന്റെ ആട്രിബ്യൂട്ട്സും അങ്ങനെയുള്ള എല്ലാതും ഉള്ളതാണ് നമ്മുടെ HTML എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് ചോദിച്ചു വരാറുള്ള നമ്മുടെ എക്സാംസിലൊക്കെ മെയിൻ ആയിട്ട് ചോദിച്ചു വരാറുള്ള കുറച്ച് ടാഗുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന്റെ ടാഗുകളും അതുപോലെ ആട്രിബ്യൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഒരുപാട് ടാഗുകളുണ്ട് നമുക്കറിയാം, അതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ടാഗുകൾ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ നമ്മളുടെ ഹെഡിങ് ടാഗ്. ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഹെഡിങ് ടാഗ്? സോ നമുക്കറിയാം ടാഗും ആട്രിബ്യൂട്ട്സും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ടാഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ബോഡി ടാഗ് ആണെങ്കിൽ ബോഡി ആൻഡ് അതിന്റെ ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ഓക്കെ, സോ ചില ടാഗിൽ നമുക്കറിയാം അതിന്റെ ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. അതായത് ആ ഒരു ടാഗിനെ അതിന്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. സോ ബോഡിയിലാണെങ്കിൽ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. സോ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആട്രിബ്യൂട്ടും നമുക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് കണ്ടെയ്നർ ടാഗ്സ് ഉണ്ട്, അതുപോലെ എംപ്റ്റി ടാഗ്സ് ഉണ്ട്. കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിങ്ങും അതുപോലെ ക്ലോസിംഗ് ടാഗും രണ്ടും ഉള്ളതാണ് നമുക്ക് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നത്. എന്നാൽ എംപ്റ്റി ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല. സപ്പോസ് BR എന്നെല്ലാം പറയുന്ന പോലെ നമുക്ക് ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല. സോ അങ്ങനെയുള്ള ടാഗുകളാണ് നമുക്ക് എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ടാഗുകളുണ്ട്, കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗുകളും. ഓക്കെ, സോ നമുക്ക് ടാഗുകൾ എന്താന്ന് പറഞ്ഞു, അതുപോലെ അതിന്റെ ആട്രിബ്യൂട്ട്സും പറഞ്ഞു. ഇനി നമുക്ക് ഹെഡിങ് ടാഗ് എന്താന്ന് പറയാം. സോ ഹെഡിങ് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡിങ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. സോ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഹെഡിങ് ടാഗുകൾ H1 to H6 വരെയാണ്. അതായത് H1, H2, H3, H4, H5, H6 അങ്ങനെ 6 ഹെഡിങ് ടാഗുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈസിലും അതുപോലെ അതിന്റെ ബോൾഡ്നെസ്സുമാണ് അവിടെ മാറ്റം വരുന്നത്. ഓക്കെ, സോ ഹെഡിങ് H1. സോ ഈ ഒരു ടാഗിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ H1 ടാഗ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ H1 ടാഗിൽ നമ്മൾ ഹെഡിങ് H1 കൊടുത്തു, H2 ടാഗ് കൊടുത്തു, അങ്ങനെ H6 വരെ കൊടുത്തു. സോ ഈ ഒരു ഹെഡിങ്സിന്റെ ഔട്ട്പുട്ട് വരിക ഇങ്ങനെയായിരിക്കും. അതായത് ഏറ്റവും ലാർജ് സൈസ് അതുപോലെ ബോൾഡ്നെസ് കൂടുതലുള്ളത് ഹെഡിങ് H1 ആയിരിക്കും. അതുപോലെ കുറഞ്ഞു നമുക്ക് H6 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയതായിട്ടുള്ള ടാഗ് ആയിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യുക H1 എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിലായിരിക്കും. അതുപോലെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗ് വരുന്നത് ഹെഡിങ് വരുന്നത് H6 എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഹെഡിങ് ടാഗിൽ നമുക്ക് വരുന്നത്. പിന്നെ പാരഗ്രാഫ് ആൻഡ് ബ്രേക്ക് ടാഗ്സ്. സോ ഹെഡിങ് നമ്മൾ സ്പെസിഫൈ ചെയ്താൽ നമുക്ക് അതിന്റെ തൊട്ട് താഴെ അതിന്റെ പാരഗ്രാഫ് വേണമല്ലോ. സോ ആ പാരഗ്രാഫ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ P ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, P ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഒരു HTML ഡോക്യുമെന്റിൽ നമ്മൾ പാരഗ്രാഫ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ P ടാഗ്സ് ആർ യൂസ്ഡ് ടു റൈറ്റ് പാരഗ്രാഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതുപോലെ BR ടാഗ്സ് ആണ് നമ്മൾ ബ്രേക്കിന് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരു പാരഗ്രാഫ് സ്പെസിഫൈ ചെയ്തു, എന്നിട്ട് നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകണം. സോ അവിടെ നമ്മളൊരു ബ്രേക്ക് ടാഗ് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്. സോ ബ്രേക്ക് ടാഗ് ഇസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ സിംഗിൾ ലൈൻ ബ്രേക്ക്. അതായത് ഒരു ലൈൻ ബ്രേക്ക് നമ്മൾ അവിടെ കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ചെയ്തു, അതിന്റെ തൊട്ട് താഴെയാണ് അടുത്ത പാരഗ്രാഫ് വരേണ്ടത്. സോ നമ്മൾ അവിടെ ഒരു BR ടാഗ് സ്പെസിഫൈ ചെയ്താൽ മതി, ഒരു ബ്രേക്ക് കൊടുക്കുക. ആ ലൈനിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മൾ ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് P ടാഗ് ഓപ്പൺ ചെയ്തു, അതിനെ നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ BR ടാഗ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ലൈന് ബ്രേക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ BR ടാഗ് കൊടുക്കുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് HTML സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് പേജസ് വരെ ഒരു പാരഗ്രാഫ് ആയിട്ട് നിൽക്കും. എന്നിട്ട് അടുത്ത ലൈനിലേക്ക്, അതായത് അവിടെ നമ്മൾ ഒരു ബ്രേക്ക് കൊടുത്തല്ലോ, സോ അടുത്ത ലൈനിലായിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഇതാ HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർടെക്സ്റ്റ്. ഇതുവരെ നമ്മൾ ഒരു ടാഗ് ആയിട്ട് ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തു, ആൻഡ് ഇവിടെ നമ്മളൊരു ലൈൻ ബ്രേക്ക് കൊടുത്തു, എന്നിട്ട് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ടാഗും പാരഗ്രാഫ് ടാഗും യൂസ് ചെയ്യുന്നത്. പാരഗ്രാഫ് ടാഗ് എന്ന് പറയുന്നത് P ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ P ടാഗ് എന്ന് പറയുന്നത് പാരഗ്രാഫ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബ്രേക്ക് ടാഗ് BR ടാഗ് ആണ് നമ്മൾ ലൈൻ ബ്രേക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് പാരഗ്രാഫ് ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ വരുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. സോ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മീനിങ് തന്നെയാണ്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മളൊരു
ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് HR ടാഗ്. ഓക്കെ, സോ HR ടാഗ് ആണ് ഹൊറിസോണ്ടലി ഒരു ലൈൻ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. HR ടാഗ് ഇസ് യൂസ്ഡ് ടു ഡിവൈഡ് എ പേജ് ഇൻടു സെക്ഷൻസ് ബൈ ക്രിയേറ്റിംഗ് എ ഹൊറിസോണ്ടൽ ലൈൻ. അത് നമ്മളെ പേജിനെ കുറച്ച് സെക്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക, 2 അതിൽ കൂടുതലോ സെക്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു empty ടാഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടെയ്നർ ടാഗും empty ടാഗും. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, അതുപോലെ ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. ബട്ട് empty ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ HR സ്പെസിഫൈ ചെയ്താൽ നമുക്ക് അതിനെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ കണ്ട BR ടാഗും ഒരു empty ടാഗാണ്. നമുക്ക് അവിടെ ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല. സോ അങ്ങനെ വരുന്ന ടാഗുകളാണ് നമുക്ക് empty ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ HR ടാഗും നമുക്കൊരു empty ടാഗാണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ഹൊറിസോണ്ടൽ ലൈൻ. നമ്മുടെ പേജിനെ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HR ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കാം. സോ ഈ ഒരു നമ്മളിവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, P ടാഗ് കൊടുത്തു, ഈ P ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കുകയാണ്. അതായത് ഈ ഒരു കണ്ടന്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരണം. സോ അതിന് നമ്മൾ HR ടാഗ് കൊടുത്തു. ദെൻ അടുത്ത പാരഗ്രാഫ് കൊടുത്തു, വീണ്ടും ഒരു HR ടാഗ് കൊടുത്തു. ഓക്കെ, സോ ഈ ഒരു കോഡിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഈ ഒരു പാരഗ്രാഫ് വരും, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും, അതുപോലെ അടുത്ത പാരഗ്രാഫ് വരും, അടുത്ത ഹൊറിസോണ്ടൽ ലൈൻ വരും. സോ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഇതാ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് വന്നു, ദെൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്നു, അടുത്ത പാരഗ്രാഫ് വന്നു, അടുത്ത ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ഫൈനൽ പാരഗ്രാഫ്. സോ ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ലൈനിന്റെ യൂസ്. അതായത് ഹൊറിസോണ്ടലി ഒരു ലൈനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പേജിനെ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ അടുത്ത ടാഗ് ഇമേജസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ HTML ഡോക്യുമെന്റിൽ നമുക്കറിയാം ടെക്സ്റ്റുകൾ മാത്രമല്ല ഇമേജസും വീഡിയോസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. സോ അങ്ങനെ ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IMG ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, IMG ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് കൊടുക്കാറുള്ളത്. സോ IMG ടാഗ് ഇസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ്. സോ IMG ടാഗിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: IMG SRC ഈക്വൽ ടു സോഴ്സ് ഓഫ് ഇമേജ്. ഏത് ഇമേജ് ആണ് കൊടുക്കേണ്ടത് അതിന്റെ സോഴ്സ് ആണ് നമ്മൾ ഈ ഒരു SRC ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്നത്. സോ IMG SRC ഈക്വൽ ടു അതിന്റെ പാത്ത് കൊടുക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. IMG SRC ഈക്വൽ ടു നമ്മളിവിടെ പാത്ത് സ്പെസിഫൈ ചെയ്യാണ്. ആ ഒരു ഇമേജ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണുള്ളത്. സോ ഡൗൺലോഡ്സ് cat.jpg. സോ ആ ഒരു ഇമേജിന്റെ എക്സ്റ്റൻഷനും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തു. സോ SRC എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിലാണ് നമ്മൾ ആ ഒരു ഇമേജിന്റെ പാത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ വേറൊരു ആട്രിബ്യൂട്ട് ഉള്ളതാണ് ALT, അതായത് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്. സോ ചില കേസിൽ നമ്മളുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാതിരിക്കാം, ചില നെറ്റ്വർക്ക് ഇഷ്യൂവോ അല്ലെങ്കിൽ സെർവർ ഇഷ്യൂവോ അങ്ങനെ എന്തെങ്കിലും കേസിൽ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാതിരിക്കാം. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അവിടെ ഒരു ഇമേജിന് പകരം ഒരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ALT ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ALT ആട്രിബ്യൂട്ടിൽ എന്താണ് ആ ഇമേജ് എന്ന് ജസ്റ്റ് ഒരു ചെറിയ ഒരു സിംഗിൾ സെന്റൻസിൽ പറഞ്ഞാൽ മതി. സോ ഇമേജ് ഓഫ് എ ക്യാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയാം അവിടെ ഇമേജ് ഡിസ്പ്ലേ ആയിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും, ഓക്കെ ഒരു ക്യാറ്റിന്റെ ഇമേജ് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ALT ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇമേജ് ടാഗിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് SRC ആട്രിബ്യൂട്ടും അതുപോലെ ALT ആട്രിബ്യൂട്ടും ആണ്. സോ ഈ 2 ആട്രിബ്യൂട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് IMG ടാഗിൽ വരുന്നത്. പിന്നെ വരുന്ന എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഹൈറ്റ് കൊടുക്കൽ, അതുപോലെ വിഡ്ത്ത് കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ്. മെയിൻ ആയിട്ട് വരുന്നത് SRCയും അതുപോലെ ഓൾട്ട് ആട്രിബ്യൂട്ടുമാണ്. ദെൻ അടുത്തത് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. സോ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ കോഡിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ പ്രീ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്, PRE ടാഗ്. സോ ഈ പ്രീ ടാഗ് വെച്ചിട്ടാണ് നമുക്ക് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. മുന്നേ ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടെക്സ്റ്റ് അതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. Okay, it keeps the original spaces and line breaks exactly as they are in the code. കോഡിലുള്ള അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആവുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പോയം ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ പോയം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സപ്പോസ് നമ്മൾ ഒരു സെന്റൻസ് എഴുതി കോമ ഇട്ടു, അടുത്ത സെന്റൻസ് എഴുതി കോമ ഇട്ടു. സോ ഇത് നമ്മൾ പി ടാഗിലാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ സെന്റൻസ് ആയിട്ടാണ്
ഒരു ഒറ്റ ലൈനായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുക. സോ നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ലല്ലോ, കാരണം ഇതൊരു പോയം അല്ലേ. സോ അതേപോലെ തന്നെ ആ ഒരു കോമ കഴിഞ്ഞിട്ട് താഴെ ബ്രേക്ക് വന്നു, അടുത്ത ലൈനിൽ അടുത്ത സെന്റൻസ് എഴുതി, ദെൻ കോമ എടുത്തു, അടുത്ത സെന്റൻസ് എഴുതി. സോ അങ്ങനെ അതേപോലെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കോഡ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ, അതായത് ഈ ഒരു കോഡ് അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യണം. സോ അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് നമ്മൾ പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ when you use the pre-tag, the text appears in a fixed bit font, preserving the format and layout. നമ്മൾ എങ്ങനെയാണോ HTML കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അതേ ഒരു ലേഔട്ടിൽ അതേ ഒരു ഫോർമാറ്റിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീ ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഹിയർ പ്രീ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ദിസ് പാരഗ്രാഫ് ഹാസ് മൾട്ടിപ്പിൾ സ്പേസസ് ബട്ട് ഇറ്റ് ഇസ് ഡിസ്പ്ലേഡ് ആസ് ഇറ്റ് ഇസ് അൺലൈക്ക് ദ പാരഗ്രാഫ്. സോ ഇവിടെ നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. അതുപോലെ ഇവിടെയും നമ്മളൊരു സ്പേസ് കൊടുത്തു, ഇവിടെ ഒരു ലൈൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങൾ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യണം, ഇതുപോലെ നമുക്ക് HTML പേജിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പ്രീ ടാഗിന്റെ യൂസ് വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഔട്ട്പുട്ട് വരിക നമ്മൾ എങ്ങനെയാണോ കോഡ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ദിസ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ. സോ അതുപോലെ തന്നെയായിരിക്കും ഔട്ട്പുട്ടും വരുന്നുണ്ടാവുക. അതാണ് പ്രീ ടാഗിന്റെ യൂസ്. ഓക്കെ, ദെൻ അടുത്ത ടാഗ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. സോ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള ടാഗ്സ്. അതായത് ടെക്സ്റ്റിനെ പല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതിനെ ബോൾഡ് ചെയ്യാറുണ്ട്, ഇറ്റാലിസൈസ് ചെയ്യാറുണ്ട്, അതുപോലെ കോട്ട്സിൽ ഇടാറുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ചെയ്യാറുണ്ട് അല്ലെ. സോ അങ്ങനെ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു എൻഹാൻസ് ദ വെബ് കണ്ടന്റ്സ് വിഷ്വൽ. അതായത് നമുക്ക് വിഷ്വലൈസേഷൻ ഒന്നുകൂടെ അതിന്റെ എക്സ്പീരിയൻസ് ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുന്നത് ബി ടാഗ് യൂസ് ചെയ്യാറുണ്ട്, ഐ ടാഗ്, EM ടാഗ്, സ്ട്രോങ് ടാഗ്, അങ്ങനെയുള്ള ടാഗുകളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബി ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മുടെ ടെക്സ്റ്റിനെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ബോൾഡ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ ഐ ടാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടാഗിനെ നമ്മളുടെ ടെക്സ്റ്റിനെ ഒന്ന് ഒരു ചെരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ EM ടാഗ് എന്ന് പറയുമ്പോൾ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് വിഷ്വലി ഐ ടാഗ് പോലെ തന്നെയാണ്, ബട്ട് ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EM ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രോങ് ടാഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതും വിഷ്വലി ബി ടാഗ് പോലെ തന്നെയാണ്. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ടാഗ് ഉണ്ട്, അതായത് ഇറ്റാലിസൈസ്ഡ് ടെക്സ്റ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ INS എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈലൈറ്റ്സ് ആഡഡ് ഓർ ഇൻസേർട്ടഡ് ടെക്സ്റ്റ്, ഇൻസേർട്ട് ചെയ്ത ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് INS എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ SUB, അതായത് സബ്സ്ക്രിപ്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് H2O ഡിസ്പ്ലേ ചെയ്യണം. സോ ഇവിടെ H2O എന്ന് പറയുന്നത് ഈ 2 താഴെയാണ് അല്ലെ. സോ നമ്മൾ സാധാരണ H2O എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതുക. സോ ഇതിന് പകരം ഈ 2നെ താഴെ കൊണ്ടുവരണം, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SUB ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ SUP സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ, അതായത് ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതുകയാണ്, A² + B² എന്ന് എഴുതുകയാണ്. സോ അവിടെ നമുക്ക് ഈ 2നെ മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്, SUP എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സ്ട്രോങ് ടാഗ് എന്ന് പറഞ്ഞാൽ ബി ടാഗ് പോലെ തന്നെയാണ്. നമ്മളെ ടെക്സ്റ്റിനെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എംഫസൈസസ് ടെക്സ്റ്റ് വിത്ത് ഇമ്പോർട്ടൻസ് ഓഫൺ ഇൻ ബോൾഡ്, ഇമ്പോർട്ടൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ ബി ടാഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടെക്സ്റ്റിനെ ബോൾഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് എസെൻഷ്യൽസ് ടെക്സ്റ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ്, ഒരു ഹൈലൈറ്റ് കൊടുക്കും, നമ്മളുടെ ടെക്സ്റ്റിന് ഒരു ഹൈലൈറ്റ് കൊടുക്കും. നമുക്കറിയാം ഒരു ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾക്ക് യെല്ലോ കളർ, ഗ്രീൻ കളർ അങ്ങനെയൊക്കെ കൊടുക്കാറില്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ DEL എന്ന് വെച്ചാൽ ഡിലീറ്റ്, അതായത് സ്ട്രൈക്സ് ത്രൂ ടെക്സ്റ്റ്, നമ്മളുടെ ടെക്സ്റ്റിന്റെ മേലെ കൂടെ ഇതുപോലെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DEL ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ EM ടാഗ് എന്ന് പറഞ്ഞാൽ എംഫസൈസ് ചെയ്യാൻ, അതായത് നമ്മുടെ ഇറ്റാലിസൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് EM ടാഗും വരുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം. സോ ഈ ഒരു കോഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്ട്രോങ് ടാഗ് കൊടുത്തിട്ടുണ്ട്, ദെൻ EM ടാഗ് കൊടുത്തു, ബോൾഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്, ഐ ടാഗ്, മാർക്ക് ടാഗ്,
DEL ടാഗ് ആൻഡ് ഇൻസേർട്ട് ടാഗ്. സോ ഈ ടാഗുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന് ഇമ്പോർട്ടൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ആണ്, ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ് ടാഗ് കൊടുക്കുന്നത്. ദെൻ EM ടാഗ് എന്ന് വെച്ചാൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇറ്റാലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EM ടാഗ് നമ്മൾ യൂസ് ചെയ്യാറ്. ദെൻ ബോൾഡ് ടാഗ് എന്ന് പറയുമ്പോൾ B ടാഗ് എന്ന് പറഞ്ഞാൽ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ I ടാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മാർക്ക് ടാഗ് നമ്മൾ പറഞ്ഞു ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ DEL ടാഗ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് ടാഗ്, അതായത് ഒരു സ്ട്രൈക്ക് ത്രൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DEL ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ INS ടാഗ്, അതായത് ഇൻസേർട്ടഡ് ആണ്, ഈ ടെക്സ്റ്റ് ഇൻസേർട്ടഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് INS ടാഗ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? ഇതാണ് നമ്മൾ സ്ട്രോങ് ടാഗിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബോൾഡ് ആയിട്ട് വന്നില്ലേ, സോ അതിനാണ് നമ്മൾ സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ എംഫസൈസ്ഡ് ടാഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇറ്റാലിസൈസ്ഡ് ആയിട്ട് വന്നു. ദെൻ ബോൾഡ് ടാഗ് ഇതുപോലെ തന്നെയാണ്, സ്ട്രോങ് ടാഗ് പോലെ തന്നെയാണ് ബോൾഡ് ടാഗും, അതായത് ബോൾഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബോൾഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ I ടാഗ് ഇറ്റാലിക് ആയിട്ട് കാണിക്കാൻ വേണ്ടി, ഇറ്റാലിസൈസ്ഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റാലിക് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മാർക്ക്ഡ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ടെക്സ്റ്റിനെ ഒരു ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ടാഗ് എന്ന് കൊടുക്കുന്നത്. ദെൻ ഡിലീറ്റഡ് ടാഗിൽ നമ്മൾ ഒരു സ്ട്രൈക്ക് ത്രൂ കൊടുക്കും. ആൻഡ് ഫൈനലി ഇൻസേർട്ടഡ് ടാഗിന്റെ അവിടെ നമ്മളൊരു അണ്ടർലൈൻ ആണ് കൊടുക്കുന്നത്, അതായത് ഇൻസേർട്ട് ചെയ്ത ടെക്സ്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ടാഗ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടാഗാണ് ഹൈപ്പർ ലിങ്ക്. സോ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്താൽ വേറൊരു ഭാഗത്തേക്ക് അത് പോകണം. സോ അങ്ങനെ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. സോ ഹൈപ്പർ ലിങ്കിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് A ടാഗ് അല്ലെങ്കിൽ ആങ്കർ ടാഗ് എന്ന് പറയും. സോ A ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആങ്കർ ടാഗ് അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A ടാഗ് യൂസ് ചെയ്യുന്നത്. സോ A ടാഗിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ് href ആട്രിബ്യൂട്ട്, HREF അല്ലെങ്കിൽ href എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാം. സോ ഈ ഒരു ആട്രിബ്യൂട്ട് ആണ് നമ്മൾ A ടാഗിൽ മെയിൻ ആയിട്ട് വരുന്നത്. സോ A href ഈക്വൽ ടു ഏതിലേക്കാണോ നമുക്ക് ലിങ്ക് പോകേണ്ടത് അതിന്റെ ലിങ്ക് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത്. href ഈക്വൽ ടു ആ ഒരു ലിങ്ക് സ്പെസിഫൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മളെ കണ്ടന്റ് കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് A ടാഗ് വരുന്നത്. സോ ഇതിൽ നമുക്ക് കണക്ട് വെബ് പേജസ് ആൻഡ് ആർ ക്രിയേറ്റഡ് യൂസിങ് ദ A ടാഗ്. വെബ് പേജസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A ടാഗ് കൊടുക്കുന്നത്. അതായത് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വെബ് പേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിന്റെ വേറൊരു പോർഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A ടാഗ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. href ഈക്വൽ ടു www.google.com. സോ ഇവിടെ നമ്മൾ A ടാഗ് കൊടുത്തു, അതിന്റെ ലിങ്ക് കൊടുത്തു. href എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിലായിരിക്കും അതിന്റെ ലിങ്ക് കൊടുക്കുന്നത്. ആൻഡ് അതിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ് കൊടുത്തു. സോ ഇത് ഒരു കണ്ടെയ്നർ ടാഗ് ആണ് അല്ലെ, അതായത് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ടാഗ് കാണാം, അതുപോലെ ക്ലോസിംഗ് ടാഗും കാണാം. സോ ഈ ഒരു ക്ലോസിംഗ് ടാഗിന്റെയും ഓപ്പണിംഗ് ടാഗിന്റെയും ഉള്ളിലായിരിക്കും നമ്മുടെ ലിങ്ക് കൊടുക്കേണ്ടത്. അതായത് ഏത് ക്ലിക്ക് ചെയ്യുമ്പോഴാണോ ലിങ്കിലേക്ക് പോകേണ്ടത് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കേണ്ടത് ഇതിന്റെ ഉള്ളിലായിരിക്കണം. ആൻഡ് href ആട്രിബ്യൂട്ടിന്റെ ഉള്ളിൽ എവിടേക്കാണോ നമുക്ക് പോകേണ്ടത് അതിന്റെ ലിങ്ക് കൊടുക്കുക, അതിന്റെ URL കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു A ടാഗ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ക്ലിക്ക് ഹിയറിന്റെ ഉള്ളിലാണല്ലോ നമ്മൾ A ടാഗ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ അത് കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും, ഒരു അണ്ടർലൈനും ഒരു ഡിഫറെന്റ് കളറൊക്കെ ആയിട്ട് നിൽക്കും. സോ അങ്ങനെയാണ് നമുക്ക് ലിങ്ക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ മാറ്റിയിട്ടൊക്കെ സ്പെസിഫൈ ചെയ്യാം. നമ്മൾ CSS ഒക്കെ കൊടുത്തിട്ട് കളറൊക്കെ മാറ്റി അണ്ടർലൈൻ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി നമ്മുടെ വെബ് പേജിൽ നെയിം ബാർ ഒക്കെ ഇല്ലേ, അതായത് മെനു, കോണ്ടാക്ട്, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നെയിം ബാറില്ലേ, അതെല്ലാം ഈ ഒരു A ടാഗ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. സോ അങ്ങനെ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് A ടാഗ്. ഇനി അടുത്തത് ഇമേജ് മാപ്പ്. സോ മാപ്പ് ടാഗ് എന്ന് പറയുന്നത് ഇമേജിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മാപ്പ് ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ് ടു ഡിഫൈൻ ആൻ ഇമേജ് മാപ്പ്. ഇമേജ് മാപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാപ്പ് ടാഗ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഗൂഗിൾ മാപ്പ് നോക്കാം. സോ ആ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ എന്താ, അതൊരു വലിയ ഇമേജ് ആണ് അല്ലേ. അതിൽ ആ ഒരു വലിയ ഇമേജിൽ നമ്മൾ ഓരോ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും
ആ ഒരു റീജിയന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് ഓരോ ലൊക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് അല്ല നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ഒരു ക്ലിക്കബിൾ റീജിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ആൻ ഇമേജ് വിത്ത് ക്ലിക്കബിൾ ഏരിയാസ് ദാറ്റ് ലിങ്ക് ടു ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻസ്. നമ്മൾ ഒരു ഇമേജിൽ തന്നെ ക്ലിക്കബിൾ റീജിയൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ആ റീജിയനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ ഗൂഗിൾ മാപ്പ് തന്നെ ആലോചിച്ചാൽ മതി, മാപ്പ് ടാഗ്. സോ മാപ്പ് ടാഗ് ഇസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് IMG ടാഗ് ആൻഡ് ഏരിയ ടാഗ്സ്. IMG ടാഗിന്റെയും ഏരിയ ടാഗ്സിന്റെയും കൂടെയാണ് നമ്മൾ മാപ്പ് ടാഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതായത് നമുക്ക് IMG ടാഗ് എന്തിനാ, ആ ഒരു ഇമേജ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IMG ടാഗ്. അതുപോലെ ഏരിയ ടാഗ്, എത്ര ഏരിയ ആയിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ടാഗ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഈച്ച് ഏരിയ ടാഗ് വിത്തിൻ എ മാപ്പ് ഡിഫൈൻസ് എ ഷേപ്പ് and specifies the coordinates for a clickable area. സോ ഇങ്ങനെയാണ് നമ്മൾ മാപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഒരു ക്ലിക്കബിൾ റീജിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഈ മാപ്പ് ടാഗിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ അടുത്ത ഒരു ടാഗാണ് മെറ്റാ ഇൻഫർമേഷൻ. സോ മെറ്റാ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മെറ്റാ ടാഗ്. നമ്മൾ മെറ്റാ ടാഗ് വെച്ചിട്ടാണ് മെറ്റാ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് it defines the metadata about an HTML. ഒരു HTMLന്റെ മെറ്റാഡാറ്റ, ഡാറ്റ അബൌട്ട് ഡാറ്റ. അതായത് മെയിൻ ആയിട്ട് വരുന്ന അതിന്റെ HTML ഡോക്യുമെന്റ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, ആരാണ് അതിന്റെ ഓതർ, അങ്ങനെയുള്ള മെയിൻ ആയിട്ട് വരുന്ന ഡാറ്റകളൊക്കെയാണ് നമ്മൾ ഈ മെറ്റാ ടാഗിൽ കൊടുക്കുന്നത്. ഓക്കെ, മെറ്റാഡാറ്റ ഇസ് ഡാറ്റ അബൌട്ട് ഡാറ്റ, ഇൻഫർമേഷൻ അബൌട്ട് ഡാറ്റ. ആ ഒരു ഡാറ്റയെയാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. സോ മെറ്റാഡാറ്റ ഇസ് ഓൾവേസ് ഗോ ഇൻസൈഡ് ദ ഹെഡ് എലമെന്റ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ ആയിട്ട് ഹെഡ് ടാഗ്, ബോഡി ടാഗ്, അങ്ങനെ HTMLന്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. HTML ടാഗ് തുറക്കുന്നു, അതിന്റെ ഉള്ളിൽ ഹെഡ് ടാഗ് തുറക്കുന്നു. ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ. സോ ആ ഹെഡ് ടാഗിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ മെറ്റാ ടാഗ് കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് they are typically used to define specific character set, page description, keywords, author of the document and viewport settings. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെറ്റാ ടാഗിൽ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. ക്യാരക്ടേഴ്സ് സെറ്റ് കൊടുക്കാറുണ്ട്, അതുപോലെ പേജിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്, കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അതുപോലെ ഓതർ ഓഫ് ദ ഡോക്യുമെന്റ്, വ്യൂപോർട്ട് സെറ്റിംഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെറ്റാ ടാഗിൽ കൊടുക്കുന്നത്. ഓക്കെ, മെറ്റാ ടാഗ് എന്ന് വെച്ചാൽ നമ്മളെ ഡാറ്റ അബൌട്ട് ഡാറ്റ, ആ ഒരു HTML ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്, അതിന്റെ ഡാറ്റയാണ് മെറ്റാ ഡാറ്റയിൽ നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഡിസ്പ്ലേഡ് ഓൺ ദ പേജ്, നമ്മളെ പേജിൽ ഡിസ്പ്ലേ ചെയ്യൂല. ഓക്കെ, സോ ഇതാണ് മെറ്റാ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് വരുന്ന മെറ്റാ ടാഗുകൾ, കീവേഡ്സ് ഒക്കെയാണ്. മെറ്റാ ക്യാർ സെറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്, അതായത് ക്യാരക്ടർ സെറ്റ്, ഏത് ക്യാരക്ടർ സെറ്റിലാണ് നമ്മൾ HTML ഡോക്യുമെന്റ്, UTF-8 ആണ് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ മെറ്റാ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ, അതുപോലെ കണ്ടന്റ് കൊടുക്കും. ദെൻ നെയിം ഈക്വൽ ടു കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, കീവേഡ്സ് കൊടുക്കും, ഓതറിന്റെ പേര് കൊടുക്കാറുണ്ട്, അതുപോലെ വ്യൂ പോർട്ട് സെറ്റിംഗ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെറ്റാ ടാഗിൽ കൊടുക്കാറുള്ളത്. ഓക്കെ, സോ ഇതാണ് മെറ്റാ ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് HTMLന്റെ ടാഗ്സ് വരുന്നത്. സോ ഇതിൽ മെറ്റാ ടാഗ്, അതുപോലെ മാപ്പ് ടാഗ്, ഹെഡിങ്, BR ടാഗ്, ഇതെല്ലാം ഒരുപാട് തവണ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന HTML ടാഗ്സ്. അതുപോലെ കുറെ HTML ടാഗ്സ് ഉണ്ട്, നമുക്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട്. ബട്ട് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ HTML ടാഗ്സ് ഒക്കെ. ഓക്കെ, സോ ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, നെറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.